ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഒരു എൻകറേജ്മെൻറ്റിന് വേണ്ടിയാണ്. നമുക്ക് സ്ഥലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നട്ടുപിടിപ്പിച്ച് അതിനെ വളർത്തിയെടുത്ത് അതിൽ നിന്ന് നമുക്ക് ഫലം കൊയ്യാമെന്ന് കാണിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ച പയറിനകത്ത് കുറേ വിളഞ്ഞ പയറുണ്ടായിരുന്നു. അതിൻ്റെ വിത്ത് പാകി കിളിപ്പിച്ച പയറിൻ്റെ തോട്ടമാണിത്. കണ്ടില്ലേ, ഒരു 10-15 മൂടുണ്ട്. അതെല്ലാം നന്നായിട്ട് പൂത്ത് കായ്ച്ചിങ്ങനെ നിൽക്കുന്നു. കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ഫലം എടുക്കുകയാണ്. ആ വീഡിയോ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുകയാണ്. ഇതിനകത്ത് ചാഴിയൊക്കെ വരുന്നുണ്ട്. കാരണം നമ്മൾ വേറെ ജൈവ കൃഷി വളം മാത്രമേ ഇടുന്നുള്ളൂ. ഉറുമ്പിനെയൊക്കെ ഓടിക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും ചേർക്കണം. ചാരമൊക്കെ വാരി എറിയുന്നുണ്ട്. മഞ്ഞളും ചാരമൂടെ കൂട്ടിപ്പരത്തി എറിയുന്നുണ്ട്. അതുകൊണ്ട് വലിയ ശല്യമില്ലാതെ പയറെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എന്നാൽ പയർ പിച്ചി അതുകൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കാനാണ് ഞാൻ ഒരുങ്ങുന്നത്. ഈ പയർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തു നിന്ന് തന്നെ വിത്തെടുക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ 2-3 പയർ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഇത് തന്നെ വിത്താക്കി ഞാൻ ഇത് നശിക്കാതെ ഉൽപ്പാദിപ്പിച്ചെടുക്കും. അടുക്കളയിലെ വേസ്റ്റ് മാത്രം ഞാൻ വളമായിട്ടിടുന്നത് പഴത്തൊലിയ, സവാളയുടെ തൊലിയ, പച്ചക്കറി അരിയുന്നതിൻ്റെ വേസ്റ്റൊക്കെ തന്നെയാണ് ഞാൻ ഇതിനിടുന്നത്. നന്നായിട്ട് കായ്ച്ചിട്ടുമുണ്ട്, പൂവുണ്ട്. ഇത്രയും പയർ പിച്ചിട്ടുണ്ട്. നല്ലൊരു പിടി പയറുണ്ട്. നമ്മൾ പയറെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ തോരനാണ് എടുത്തത്. നമ്മൾ പയർ തോരൻ എല്ലാവരും കൂട്ടിയിട്ടുണ്ട്. ഞാനിവിടെ വേറിട്ടൊരു രുചിയിലാണ് ഇന്ന് പയർ തോരൻ വെക്കുന്നത്. അത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യുകയാണ്. അതിനുവേണ്ടി ഒരു 1/2 കിലോ അച്ചങ്ങാപ്പയർ എൻ്റെ തൊടിയിൽ നിന്ന് പിച്ചിയെടുത്തതാണ്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി 1 കൈ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, നാളികേരം, മഞ്ഞൾപ്പൊടി, ഇത് പെരിഞ്ജീരകം പൊടിച്ചതാണ്, ആവശ്യത്തിന് ഉപ്പ്. ബാക്കി ചേരുവകളെല്ലാം നമ്മൾ നാളികേരത്തിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഇളക്കുമ്പോൾ ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കുക. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പയർ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് അടച്ച് വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇത് കടുക് താളിച്ചിട്ട് അതിലോട്ടിടാം. അപ്പോൾ കടുക് താളിക്കുമ്പോൾ ഉള്ള വെളിച്ചെണ്ണയും അടച്ചു വെച്ചിട്ടുള്ള ആവിയും കൂടെ ചേർത്ത് മാത്രം വെന്താൽ മതി. വെള്ളം പ്രത്യേകിച്ച് നമ്മൾ ഒഴിക്കുന്നില്ല. തീ ചെറിയതായിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. നല്ല ടേസ്റ്റാണ്. നമുക്കിത് തയ്യാറാക്കാം. പിന്നെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പയർ തോരൻ റെഡി ആയിരിക്കുന്നു. കണ്ടില്ലേ, നല്ല ടേസ്റ്റ്, ഒരു മണവും എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു രുചി വേറിട്ടൊരു രുചിയാണ്. ഇത് പറഞ്ഞറിയിക്കാൻ വയ്യ. അതിൻ്റെ സ്മെല്ല് ഭയങ്കരമാണ്. ഈ ഒരു കൂട്ടം മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. പയർ തോരൻ വെക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കരുത്. അത് ആവി വെന്ത അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കീടനാശിനിയൊന്നും തളിക്കാത്ത പയറാണ് എടുത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് എൻ്റെ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.